ഹലോ മച്ചബർലോക്ക ഗെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കിടിലം ടോപ്പിക്കിനെ പറ്റിയാണ്. അതിന്റെ മുന്നേ ഒരു കാര്യം പറയാം, ഈ വീഡിയോയുടെ താഴെയുള്ള ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഞെക്കിയാൽ ഞാൻ എന്താ പുതുപുത്തനായ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഇന്ന് അറിയുന്നത് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. അവർ കണക്റ്റിംഗ് പ്രോബ്ലം, നമ്മളെ ഫ്രീ ഫയറിൽ തുടങ്ങുമ്പോൾ തന്നെ കണക്റ്റിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞ് ചിലർക്ക് വരാൻ സാധ്യതയുണ്ട്. അന്നേരം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെൻഡ് റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇത് കിട്ടുന്നില്ലല്ലോ, എന്താ ചെയ്യുക എന്നെല്ലാം വിചാരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെറിയൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. അതാ ഈ ഫ്രീ ഫയർ എടുക്കുമ്പോൾ കണക്റ്റീവ് പ്രോബ്ലമോ അല്ലെ സെൻഡ് റിപ്പോർട്ടോ എന്ന് പറഞ്ഞ് വരും. അന്നേരം കുറേ നേരം ഇങ്ങനെ തിരിഞ്ഞു കളിക്കും. അന്നേരം നിങ്ങൾ വിചാരിക്കുക നെറ്റ്വർക്ക് കണക്ഷൻ ഇറർ പറഞ്ഞ് നമ്മളൊന്നും കൂടി എനിക്ക് സെൻഡ് റിപ്പോർട്ട് ചിലപ്പം വരും. അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അത് ഇത്തിരി ചെറിയ പ്രോബ്ലം, സെറ്റിങ്സ് പോയി ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ നമ്മളെ ഇതിൽ. അത് നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിക്കും. ഇതാ സെൻഡ് റിപ്പോർട്ട് എന്ന് കാണിച്ച് നിങ്ങൾ ഇതാ എന്താ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ നിങ്ങൾ നേരെ പോയി നിങ്ങളെ സെറ്റിങ്സ് പോയി മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഞെക്കിയാൽ പിന്നെ സിമ്മ് പോയി നിങ്ങൾ നെറ്റ്വർക്ക് മൂഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ 4G പ്രിഫർഡ് 3G 2G എന്നെല്ലാം പറഞ്ഞ് കാണിക്കൂ. അന്നേരം നിങ്ങൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ 3G ഇട്ടിട്ട് 3G 2G എന്ന് പറഞ്ഞ് അത് ഓപ്ഷൻ നിൽക്കുക. അന്നേരം നിങ്ങൾ പോയിട്ട് ഈ സെറ്റിങ്സ് പോക്കി ഈ ഫ്രീ ഫയർ ഇതെടുത്ത് ഒന്നുകൂടി ഇന്നക്കിയാൽ നിങ്ങൾക്ക് ഈ ഫ്രീ ഫയർ അക്കൗണ്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഫ്രീ ഫയർ അക്കൗണ്ട് വരുന്നുണ്ട്. ഇതാണ് ശരിക്കുള്ള പ്രോബ്ലം. ഇതെൻ്റെ നോബ് അക്കൗണ്ടാണ്. ഞാൻ ഒറിജിനൽ അക്കൗണ്ടിലല്ല ചെയ്തത്. ഇതെന്ന് വെച്ചാൽ ഈ അക്കൗണ്ട് എൻ്റെ നോബ് അക്കൗണ്ടിൽ ഞാൻ എയർ ഡ്രോപ്പ് വരുമോ 10ന്റെ എയർ ഡ്രോപ്പ് ഇടക്ക് വരാനുണ്ട്. അത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം. അന്നേരം ഞാൻ എന്ത് ചെയ്ത് ഇതുപോലെ ചെയ്ത് നോക്കി. ഞങ്ങൾ യൂട്യൂബിൽ ചില വീഡിയോസ് എല്ലാം കണ്ട് ആ വീഡിയോസിലുള്ള പോലെ ചെയ്തു നോക്കിയാണ്. അന്നേരം നിങ്ങൾക്കും അത് പങ്കുവെക്കണമെന്ന് തോന്നി. അന്നേരം നിങ്ങൾക്കും ഇത് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ചെയ്തതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നാ ബൈ.